നീതു നാഗേന്ദ്രൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണണം. അപ്പോൾ ഞാനും അമ്മയും കൂടെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ്, തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പുട്ടും പയറും പിന്നെ കട്ടനും കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചു ഗൈസ്. ഉച്ചയ്ക്ക് കഴിച്ചതെന്ന് പറഞ്ഞാൽ ബെറോട്ടയും മുട്ടക്കറിയും ഉഴുന്നുവടയും പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചായിരുന്നു. പിന്നെ അമ്മയാണെങ്കിൽ ചായയും പഴംപൊരിയും ബെറോട്ടയും കടലക്കറിയാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ നല്ലൊരു പിടി പിടിച്ചു ഗൈസ്. ഞങ്ങൾ വല്ലപ്പൊരിക്ക് മാത്രം കഴിക്കാറുള്ള ഒരു ഐറ്റമാണ് ഈ ബെറോട്ട കേട്ടോ. ഹോസ്പിറ്റലിലെല്ലാം പോയിട്ട് വന്ന് ഫ്രഷൊക്കെ ആയതിന് ശേഷം പിന്നെ അല്ലറ ചില്ലറ പണികളൊക്കെ ചെയ്തിട്ട് ഞങ്ങളുടെ വീട്ടിലെ ഫുഡൊക്കെ കഴിച്ചായിരുന്നു ഉച്ചയ്ക്കുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ ഫുഡ് എന്ന് വെച്ചത്. ഒരു 5:30 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഏകദേശം 5:30 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കട്ടനൊക്കെ ഇട്ട് കുടിച്ചു കേട്ടോ. കട്ടനും പിന്നെ പഴംപൊരി ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ കൂട്ടത്തൊരു സമൂസ അയച്ചായിരുന്നു, പിന്നെ പരിപ്പുവട അയച്ചായിരുന്നു. അപ്പം ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ വീട്ടിൽ. അപ്പോൾ നീനുവിനുള്ള അമ്മ കടയിൽ പോകുമ്പോൾ കൊണ്ടുപോകും. അപ്പം ഞാനും അമ്മയും കൂടെ നല്ല എൻജോയ് ചെയ്ത് പരിപ്പുവടയും ഈ പഴംപൊരിയൊക്കെ വല്ലപ്പൊരിക്ക് കഴിക്കുന്നതാണ് കേട്ടോ. സമൂസയൊക്കെ അങ്ങനെ എന്നും കഴിക്കുന്നതല്ല, വല്ലാണ്ടിലൊരിക്കൽ കഴിക്കുന്നതാണ്. അങ്ങനെ നല്ല ആസ്വദിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചു. രാത്രി ഒരു 8:30 ആയപ്പോൾ ഞങ്ങൾ കഴിച്ചെന്ന് പറഞ്ഞാൽ ചൂട് ബെറോട്ട ആയിട്ട്, ചൂടോടെ ബെറോട്ടയും പിന്നെ അതുപോലെ ചിക്കൻ പൊരിച്ചതും വെജിറ്റേറിയൻ കറിയും പിന്നെ അതിൻ്റെ അടുത്ത് കഞ്ഞിവെള്ളം കൂടെ കൂട്ടി ഒരു തട്ടി ഗൈസ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു 12:30 1 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ രാത്രിയുള്ള ഫുഡ് കഴിക്കാറ് കേട്ടോ. അത് പതിവായിട്ട് കഴിച്ചുകൊണ്ട് വരുന്നതാണ്. അതായത് കടയൊക്കെ അടച്ചിട്ട് വരുമ്പോൾ ലേറ്റാവും. അപ്പോൾ പിന്നെ അതൊക്കെ വന്നിട്ട് ഫ്രഷ് ആയതിന് ശേഷം പിന്നെ ഫുഡൊക്കെ കഴിച്ച് കിടക്കുമ്പോൾ നേരമൊക്കെ ആവും ഗൈസ്. അപ്പോൾ പുട്ട് പിന്നെ അതുപോലെ പാസ്ത ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. പാസ്ത പിന്നെ കടലക്കറി ഇതെല്ലാം കൂടെ കൂട്ടി പിന്നെ ഒരു പിടി പിടിച്ചു ഗൈസ്. പിന്നെ എൻ്റെ കൂട്ടത്ത് കോമ്പിനേഷനായിട്ട് കട്ടൻ തേയില ഉണ്ടായിരുന്നു കേട്ടോ. കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ വീട്ടിൽ പാസ്തയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങൾ ഈ ഷേപ്പിലുള്ള പാസ്തയാണ് വാങ്ങിച്ചത്. 2-3 ഷേപ്പിലുള്ള പാസ്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതാണ് മേടിച്ചത് കേട്ടോ. ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് നോക്കിയാണ് ഞങ്ങൾ ഈ പാസ്ത ഉണ്ടാക്കിയത്. കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാൻ സപ്പോർട്ട്. ടാറ്റാ.